ഹായ് ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ 5ാം ക്ലാസ്സിലെ 2ാം യൂണിറ്റിലെ ദ ലിറ്റിൽ എൻജിൻ ദാറ്റ് കുഡ് എന്ന ലെസണിലെ ആക്ടിവിറ്റീസ് ആണ് നോക്കാം. ആക്ടിവിറ്റി 1. ദ ലിറ്റിൽ ബ്ലൂ എൻജിൻ ഹെൽപ്ഡ് ദ ലിറ്റിൽ ട്രെയിൻ റീച്ച് ദ അതർ സൈഡ് ഓഫ് ദ മൗണ്ടൻ. Have you ever helped someone in trouble? Write a short paragraph about your experience. ബ്ലൂ എൻജിൻ സഹായിച്ചതുകൊണ്ടാണ് ലിറ്റിൽ ട്രെയിനിന് മലയുടെ മുകളിലേക്ക് എത്താൻ സാധിച്ചത്. അതുപോലെ നിങ്ങൾ ആരെയെങ്കിലും സഹായിച്ചിട്ടുണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അങ്ങനെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പാരഗ്രാഫ് എഴുതണം. എങ്ങനെ എഴുതാം? വൺ ഡേ ഐ സോ മൈ ഫ്രണ്ട് സ്ട്രഗ്ലിംഗ് ടു ക്യാരി എ ബണ്ടിൽ ഓഫ് ബുക്സ് ടു ദ സ്റ്റാഫ് റൂം. ഐ ക്വിക്ലി ഹെൽപ്ഡ് ഹിം ടു ക്യാരി സം ഓഫ് ദ ബുക്സ്. My friend was very grateful and together we made it without any issues. It felt good to lend a hand. ഇങ്ങനെ എഴുതാം. ഇതിൻ്റെ അർത്ഥം എന്താ? ഒരു ദിവസം എൻ്റെ ഫ്രണ്ട് ഒരുപാട് ബുക്സൊക്കെ ആയിട്ട് സ്റ്റാഫ് റൂമിലേക്ക് പോവുകയായിരുന്നു. നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു അവനത് ക്യാരി ചെയ്യാനായിട്ട്. കാരണം ഒരുപാട് ബുക്സ് ഉണ്ടായിരുന്നു. ഞാൻ പെട്ടെന്ന് തന്നെ ഓടിച്ചെന്ന് അവൻ്റെ കയ്യിൽ നിന്നും കുറച്ച് ബുക്സ് ഞാനും വാങ്ങി. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ആ ബുക്സ് എല്ലാം സ്റ്റാഫ് റൂമിൽ കൊണ്ടുവച്ചു. ഞാനും അവനെ സഹായിച്ചതുകൊണ്ട് വളരെ ഈസി ആയിട്ട് ആ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് കഴിഞ്ഞു. ഈ രീതിയിൽ നിങ്ങൾക്ക് എഴുതാം. വേറൊരു എക്സാമ്പിളും കൂടി തന്നിട്ടുണ്ട്. ഐ ഹെൽപ്ഡ് മൈ ബെസ്റ്റ് ഫ്രണ്ട് വിത്ത് ഹിസ് ലെസൺ വെൻ ഹി വാസ് സ്റ്റക്ക്. ഐ എക്സ്പ്ലെയിൻഡ് ഇറ്റ് ഇൻ എ സിമ്പിൾ വേ ആൻഡ് ഹി അണ്ടർസ്റ്റുഡ് ദ ലെസൺ വെൽ. ഹി താങ്ക്ഡ് മീ. എൻ്റെ ഒരു ഫ്രണ്ടിന് ഒരു ലെസൻ്റെ കുറച്ച് ഭാഗം മനസ്സിലായില്ലായിരുന്നു. അവൻ അവിടെ സ്റ്റക്കായി നിൽക്കുമായിരുന്നു. അവന് മനസ്സിലായില്ല. അപ്പം ഞാനത് സിമ്പിളായിട്ട് അവനതൊന്ന് പറഞ്ഞു കൊടുത്തു. പിന്നെ അവന് അത് മനസ്സിലായി. ഞാൻ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞപ്പോൾ അവനത് മനസ്സിലായി. അവൻ എന്നോട് താങ്ക് യു പറഞ്ഞു. ഇങ്ങനെ സിമ്പിളായിട്ടുള്ള ഒരു പാരഗ്രാഫിലും നിങ്ങൾക്ക് എഴുതാം. അടുത്തത് നോക്കാം. ദ ലിറ്റിൽ ട്രെയിൻ ക്യാരീഡ് മെനി തിങ്സ്. ലിസ്റ്റ് ദം ബിലോ. ലിറ്റിൽ ട്രെയിൻ ഒരുപാട് കാര്യങ്ങൾ കൊണ്ടുപോയി അല്ലേ? അത് ലിസ്റ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. തിങ്സ് ടു ഈറ്റ് ആൻഡ് ഡ്രിങ്ക്. അതിലെന്തൊക്കെയാണ്? ആപ്പിൾ, ബനാന, ഓറഞ്ച്, കോൾഡ് മിൽക്ക്, ലോലിപോപ്സ്. ഇത്രയും കാര്യങ്ങളാണ് കഴിക്കാനുള്ള ഫുഡ് ഐറ്റംസിൽ നമുക്ക് എഴുതാൻ പറ്റുന്നത്. ദെൻ തിങ്സ് ടു പ്ലേ വിത്ത്. കളിക്കാനുള്ള സാധനങ്ങൾ എന്തൊക്കെയായിരുന്നു? ജിറാഫ്, ബേബി എലിഫൻറ്റ്, ടെഡി ബെയർ, ക്ലൗൺ, ഡോൾസ് വിത്ത് ബ്ലൂ ഐസ്, ഡോൾസ് വിത്ത് ബ്രൗൺ ഐസ്, ഡോൾസ് വിത്ത് ബ്രൗൺ ഹെയർ, ഡോൾസ് വിത്ത് യെല്ലോ ഹെയർ. പിന്നെയോ ടോയ് ട്രക്സ് ഉണ്ടായിരുന്നു, എയർപ്ലെയിൻസ്, പിക്ചർ ബുക്സ്, ഗെയിംസ്, ഡ്രംസ് ടു പ്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ലിസ്റ്റ് ചെയ്ത് എഴുതി വയ്ക്കാം. Activity 3. The little train tried hard, but her wheels just would not turn. The clown and the animals climbed out of their cars. They tried to push the little train, but she could not move. What would the little train think then? But little train stuck ആയിപ്പോയി. അപ്പം ഡോൾസും ക്ലൗണും എല്ലാം പുറത്തിറങ്ങി ലിറ്റിൽ ട്രെയിനെ പുഷ് ചെയ്തു. എന്നിട്ടും അവൾക്ക് മുന്നോട്ട് നീങ്ങാനായിട്ട് സാധിച്ചില്ല. അപ്പോൾ ആ സമയത്ത് ലിറ്റിൽ ട്രെയിൻ എന്തായിരിക്കും ചിന്തിച്ചിട്ടുണ്ടാവുക? അത് നിങ്ങളുടെ ഭാവനയിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കാം. I feel sad that I couldn't climb over the mountain. I tried my best, but my wheels wouldn't turn. I'm glad the clown and animals helped me by trying to push, but I couldn't move. Someone may come and pull me. Still then I won't give up. ലിറ്റിൽ ട്രെയിൻ ആകെ സങ്കടപ്പെട്ടിരിക്കുകയാണ്. കാരണം വെച്ചാൽ മൗണ്ടൻ്റെ അപ്പുറത്തേക്ക് കയറാനായിട്ട് അവൾക്ക് സാധിക്കുന്നില്ല. അവളുടെ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്, പക്ഷേ അവളുടെ വീൽസ് ഒന്നും കറങ്ങുന്നില്ല. ഐ എം ഗ്ലാഡ് ദ ക്ലൗൺ ആൻഡ് ആനിമൽസ് ഹെൽപ്ഡ് മീ. ആനിമൽസും ക്ലൗണും ഒക്കെ അവളെ ഹെൽപ്പ് ചെയ്തു. അതിലവൾ സന്തോഷവതിയാണ്. പക്ഷേ അവൾക്കൊട്ടും മുന്നോട്ട് നീങ്ങാനായിട്ട് സാധിച്ചില്ല. സംവൺ മേ കം ആൻഡ് പുൾ മീ. അവൾ വിചാരിക്കുകയാണ് ആരെങ്കിലും ഒരാൾ വന്ന് എന്നെ ഒന്ന് പുള്ളി ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോൾ ആരെങ്കിലും വന്ന് പുള്ളി ചെയ്യുമായിരിക്കും. അതുവരെ ഞാനും എൻ്റെ ഈ പ്രയത്നം ഉപേക്ഷിക്കുകയല്ല, ഞാനും പരിശ്രമിച്ചുകൊണ്ടിരിക്കും. മുന്നോട്ട് നീങ്ങാനുള്ള ആ ഒരു ശ്രമം ഉപേക്ഷിക്കില്ല എന്നിങ്ങനെ അവൾ ചിന്തിക്കുകയാണ്. Activity 4. The little blue engine helped the little train and she continued the journey. Little blue engine help ചെയ്തു. അങ്ങനെ ലിറ്റിൽ ട്രെയിൻ മൗണ്ടൻ കയറുകയാണ്. On the way, the little train happened to meet the shiny new engine. അപ്പോൾ വഴിയരികിൽ നമ്മളുടെ ഷൈനി ന്യൂ എൻജിനെ കണ്ടു. He was surprised to see the little train. അപ്പം പുള്ളിക്കാരനാകെ സർപ്രൈസ്ഡ് ആയിപ്പോയി ലിറ്റിൽ ട്രെയിനെ കണ്ടപ്പോൾ. What could be the conversation between the little train and the shiny new engine? അപ്പോൾ അവർ തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ അവിടെ നടന്നിട്ടുണ്ടാകാം. ആ കോൺവെർസേഷൻ എന്തായിരിക്കും? നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു എക്സാമ്പിൾ ഞാൻ തരാം.
ഷൈനി ന്യൂ എൻജിൻ ചോദിക്കുകയാണ്, ഹേയ് ഹൗ ഡിഡ് യു റീച്ച് ഹിയർ? നീ എങ്ങനെയാണ് ഇവിടെ എത്തിയത്? ലിറ്റിൽ ട്രെയിൻ, ദ ലിറ്റിൽ ബ്ലൂ എൻജിൻ ഹെൽപ്ഡ് മീ ടു റീച്ച് ഹിയർ. ലിറ്റിൽ ബ്ലൂ എൻജിനാണ് എന്നെ സഹായിച്ചത്, ഇവിടെ എത്തിച്ചേരാനായിട്ട് എന്നെ സഹായിച്ചത് ലിറ്റിൽ ബ്ലൂ എൻജിനാണ്. ഷി വാസ് നോട്ട് ലൈക്ക് യു, അവൾ നിന്നെപ്പോലെയൊന്നും അല്ല. ഷി വാസ് കൈൻഡ്, അവൾ ഭയങ്കര ദയാലുവാണ്. ഷൈനി ന്യൂ എൻജിൻ ചോദിക്കുകയാണ്, വാട്ട് ഡു യു മീൻ? നീ എന്താ ഉദ്ദേശിക്കുന്നത്? അപ്പോൾ ലിറ്റിൽ ട്രെയിൻ പറയണം, യു സെഡ് യു ക്യാരിഡ് പീപ്പിൾ who sit in cars with soft seats, they look out of the windows, eat in a nice dining car and sleep in a fine car, but you didn't help us when we needed. പാഠഭാഗത്തുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ എഴുതി ചേർത്തിരിക്കുന്നത്. ക്ലൗൺസും ടോയ്സും എല്ലാവരും കൂടി ഷൈനി ന്യൂ എൻജിനോട് ഞങ്ങളെ ഒന്ന് ഹെൽപ്പ് ചെയ്യാവോ എന്ന് ചോദിച്ചപ്പോൾ ഷൈനി ന്യൂ എൻജിൻ പറഞ്ഞ കാര്യങ്ങളാണ് ഇതൊക്കെ, അല്ലേ? എൻ്റെ കാറിൻ്റെ ഉള്ളിൽ പീപ്പിളാണ് ഇരിക്കുന്നത്. പീപ്പിൾ ജനലിൽ കൂടെ പുറത്തേക്ക് നോക്കും. ഡൈനിങ് ഫെസിലിറ്റീസ് ഉണ്ട് എൻ്റെ കാറിൻ്റെ ഉള്ളിൽ, ഭക്ഷണം കഴിക്കാൻ സാധിക്കും അവിടെ ഇരുന്ന്. പിന്നെ സ്ലീപ്പിംഗ് ഫെസിലിറ്റീസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് പൊങ്ങച്ചം പറഞ്ഞായിരുന്നു, അല്ലേ? അപ്പോൾ ലിറ്റിൽ ട്രെയിൻ പറയാണ്, ഇതൊക്കെയല്ലേ നീ ഞങ്ങളോട് പറഞ്ഞത്, എന്നിട്ട് ഞങ്ങൾക്കൊരാവശ്യം വന്നപ്പം നീ ഞങ്ങളെ സഹായിച്ചില്ലല്ലോ. ഷൈനി ന്യൂ എൻജിൻ പറയാണ്, ഐ വാസ് ജസ്റ്റ് ടെല്ലിങ് ദി ട്രൂത്ത്, ഞാൻ സത്യം പറഞ്ഞു എന്നേ ഉള്ളൂ. അതായത് പൊങ്ങച്ചൊന്നും അല്ല ഞാൻ പറഞ്ഞത്, ഞാൻ എൻ്റെ സത്യം പറഞ്ഞു എന്നേ ഉള്ളൂ. ലിറ്റിൽ ട്രെയിൻ പറയാണ്, ഇഫ് യു ഹാഡ് എ ഗുഡ് ഹാർട്ട് യു വുഡ് ഹാവ് ഹെൽപ്ഡ് അസ്, നിനക്ക് നല്ലൊരു മനസ്സുണ്ടായിരുന്നെങ്കിൽ നീ ഞങ്ങളെ സഹായിക്കുമായിരുന്നു. ഷൈനി ന്യൂ എൻജിൻ പറയാണ്, ഐ അണ്ടർസ്റ്റാൻഡ് മൈ മിസ്റ്റേക്ക്, ഫ്രം നൗ ഓൺ ഐ വിൽ ഹെൽപ്പ് ദ നീഡി. എൻ്റെ തെറ്റ് ഞാൻ മനസ്സിലാക്കുന്നു, ഇനി മുതൽ ഞാൻ എന്തെങ്കിലും ആവശ്യമുള്ളവരെ ഞാൻ സഹായിച്ചിരിക്കും എന്ന് ഷൈനി ന്യൂ എൻജിൻ പറയാണ്. ഇങ്ങനൊരു കോൺവെർസേഷൻ നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്ത് എഴുതാം. Activity 5. Read the following sentences from the story and note the words underlined. The little train carried good things to eat too. Big round oranges, fat red apples, long yellow bananas, ഫ്രഷ് കോൾഡ് മിൽക്ക് ആൻഡ് ലോളിപോപ്സ് ടു ഈറ്റ് ആഫ്റ്റർ ഡിന്നർ. ഇതിൻ്റെയൊക്കെ അടിയിൽ വരച്ചിട്ടുണ്ടല്ലേ. ബിഗ് റൗണ്ട് ഓറഞ്ചസ്, ഓറഞ്ചസിനെ പറഞ്ഞാൽ എങ്ങനെയാ? വലിയ റൗണ്ടിലുള്ള ഓറഞ്ചസ്. അപ്പോൾ വെറുതെ ഓറഞ്ചസ് എന്ന് പറയുകയല്ല ചെയ്തേ, ബിഗ് റൗണ്ട് ഓറഞ്ചസ് എന്ന് പറഞ്ഞു. പിന്നെ ആപ്പിൾസിനെയോ ഫാറ്റ് റെഡ് ആപ്പിൾസ് എന്നാണ് പറഞ്ഞത്. ഓരോ വാക്കുകൾ കൊടുത്ത് വിശേഷിപ്പിച്ചിരിക്കുകയാണ്, അല്ലേ? ഡിസ്ക്രൈബിംഗ് വേർഡ്സ് ആണ് ഇതൊക്കെ, ഡിസ്ക്രൈബ് ചെയ്തിരിക്കുകയാണ്. ലോങ് യെല്ലോ ബനാനാസ്, വലിയ നീണ്ട മഞ്ഞ നിറത്തിലുള്ള ബനാനാസ് എന്നൊക്കെ പറഞ്ഞ് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്കുള്ള ആക്ടിവിറ്റി എന്താണ്? ലുക്ക് അറ്റ് ദ വേർഡ് പിരമിഡ് ആൻഡ് മേക്ക് മോർ സച്ച് വേർഡ് പിരമിഡ്സ്. അപ്പോൾ ഒരു വേർഡ് പിരമിഡ് എക്സാമ്പിളായിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ നോക്കാം. കാർ, കാറിനെ ദ കാർ എന്ന് പറഞ്ഞു. ഓരോ വാക്കും ആഡ് ചെയ്ത് വരികയാണ്. ദ ബ്ലൂ കാർ, എന്ത് കാറാണ്? ബ്ലൂ നിറത്തിലുള്ള കാറാണ്. ബ്യൂട്ടിഫുൾ ബ്ലൂ കാർ, പിന്നെ എന്താ ആഡ് ചെയ്തേ? ബ്യൂട്ടിഫുൾ ആഡ് ചെയ്തല്ലേ. ബ്യൂട്ടിഫുൾ ബ്ലൂ കാർ എന്ന് ആഡ് ചെയ്തു. പിന്നെയോ ദ ബിഗ് ബ്യൂട്ടിഫുൾ ബ്ലൂ കാർ, ബിഗ് ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ ബ്ലൂ കാർ. അങ്ങനെ ഓരോന്നും ആഡ് ചെയ്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കാം. ഇതുപോലെ ഓറഞ്ചിനെ എങ്ങനെ എഴുതാം? ഓറഞ്ച്, the orange, the big orange, the big round orange, the big round tasty orange. ടേസ്റ്റിക്ക് പകരം നിങ്ങൾക്ക് ജ്യൂസി എഴുതാം. ദ ബിഗ് റൗണ്ട് ജ്യൂസി ഓറഞ്ച്, അങ്ങനെയൊക്കെ എഴുതാം. ഓക്കെ, ഇനി ഫ്ലവർ നോക്കാം. ഫ്ലവർ, ദ ഫ്ലവർ, ദ സ്മോൾ ഫ്ലവർ, ദ സ്മോൾ യെല്ലോ ഫ്ലവർ, ദ ബ്യൂട്ടിഫുൾ സ്മോൾ യെല്ലോ ഫ്ലവർ. അപ്പം ഇങ്ങനെ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് വേർഡ് പിരമിഡ് തയ്യാറാക്കാം. Activity 6. In the story, the little blue engine says, I think I can. അല്ലേ? I think I can, I think I can എന്നൊക്കെ ബ്ലൂ എൻജിൻ പറയുകയാണ്. Ask your friends if they can do what they see in the pictures given. Write down your questions and the possible responses. ഇവിടെ കുറച്ച് പിക്ചേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അത് നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ചോദിച്ച് ഇതിൻ്റെ ആൻസർ കണ്ടെത്താം. എങ്ങനെയാണ് ചോദിക്കുക? ക്യാൻ യു സ്വിം, നിങ്ങൾക്ക് നീന്താൻ കഴിയുമോ എന്നുള്ള അർത്ഥത്തിൽ, അല്ലേ? ദെൻ ക്യാൻ യു പ്ലേ ഫുട്ബോൾ, ദെൻ ക്യാൻ യു ഡാൻസ്, ക്യാൻ യു സിങ്, ക്യാൻ യു റീഡ്, ക്യാൻ യു റൈറ്റ്. അപ്പോൾ അതുപോലെ ക്വസ്റ്റ്യൻസ് തയ്യാറാക്കുക. അതിൻ്റെ പോസിബിൾ റെസ്പോൺസസും എഴുതണം. ഇപ്പുറത്തെ കോളത്തിൽ പോസിബിൾ റെസ്പോൺസസ് എഴുതാം. എങ്ങനെ എഴുതാം? യെസ്, ഐ ക്യാൻ, നോ ഐ കാണ്ട് എന്ന് ആദ്യത്തെ എഴുതി തന്നിട്ടുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയും കൂടി ആഡ് ചെയ്ത് എഴുതാം. ക്യാൻ യു സ്വിം എന്ന് ചോദിക്കുമ്പോൾ യെസ് ഐ ക്യാൻ സ്വിം, അല്ലെങ്കിൽ നോ ഐ കാണ്ട് സ്വിം, അതും കൂടി ചേർത്ത് എഴുതുന്നതായിരിക്കും അതിൻ്റെ ഒരു ഭംഗി. ക്യാൻ യു പ്ലേ ഫുട്ബോൾ? യെസ് ഐ ക്യാൻ പ്ലേ ഫുട്ബോൾ, നോ ഐ കാണ്ട് പ്ലേ ഫുട്ബോൾ. ദെൻ ക്യാൻ യു ഡാൻസ്? യെസ് ഐ ക്യാൻ ഡാൻസ്, നോ ഐ കാണ്ട് ഡാൻസ്. Can you sing? Yes, I can sing. No, I can't sing.
Can you read? Yes, I can read. No, I can't read. Can you write? Yes, I can write. No, I can't write. ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് റെസ്പോൺസസ് എഴുതാം. വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് യെസ് കഴിഞ്ഞും നോ കഴിഞ്ഞും നിങ്ങൾ നിർബന്ധമായും കോമ ഇടണം. Activity 7. Shall we enact the story in the form of a skit? Discuss in groups how to perform the skit. The following questions will help you. What are the events in the story? Where do the events take place? Who are the characters? What do they say? ഇതിൽ നിങ്ങളോട് ഒരു സ്കിറ്റ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ നിങ്ങൾ എഴുതി ചേർക്കേണ്ടത് എന്തൊക്കെയാണ്? ഓരോ ഈവൻറ്റ്സ്, സംഭവങ്ങൾ എഴുതി ചേർക്കണം, ക്യാരക്ടേഴ്സ്, കഥാപാത്രങ്ങളെ എഴുതി ചേർക്കണം, ഡയലോഗ്സ്, അവർ തമ്മിലുള്ള സംഭാഷണങ്ങളും എഴുതി ചേർക്കണം. അങ്ങനെ ഒരു സ്കിറ്റ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഈവൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. കഥയിലെ മെയിൻ പോയിന്റ്സ് ആയിട്ടാണ് ഈവൻറ്റ്സ് നമ്മൾ എടുക്കുന്നത്. ദ ലിറ്റിൽ ട്രെയിൻ ക്യാരിയിങ് ടോയ്സ് ആൻഡ് ഫുഡ്. ലിറ്റിൽ ട്രെയിൻ ഫുഡും ടോയ്സും ക്യാരി ചെയ്യുന്നു. ദ ട്രെയിൻ ഗെറ്റിംഗ് സ്റ്റക്ക്. ട്രെയിൻ അവിടെ സ്റ്റക്ക് ആവുന്നു. ദ ക്ലൗൺ, ആനിമൽസ് ആൻഡ് ഡോൾസ് ട്രൈ ടു പുഷ് ഇറ്റ്. ക്ലൗണും ആനിമൽസും ഡോൾസും എല്ലാവരും കൂടി ട്രെയിനിനെ പുഷ് ചെയ്യുന്നു. ഷൈനി ന്യൂ എൻജിൻ റിഫ്യൂസ് ടു ഹെൽപ്പ്. ഷൈനി ന്യൂ എൻജിൻ ഹെൽപ്പ് ചെയ്യുന്നില്ല. ദ അറൈവൽ ഓഫ് ദ ബിഗ് സ്ട്രോങ് എൻജിൻ ആൻഡ് ഇറ്റ്സ് റിഫ്യൂസൽ ടു ഹെൽപ്പ്. അപ്പോൾ അറൈവൽ ഓഫ് ദ ബിഗ് സ്ട്രോങ് എൻജിൻ, ബിഗ് സ്ട്രോങ് എൻജിനും വരുന്നു, പക്ഷേ ബിഗ് സ്ട്രോങ് എൻജിനും ഹെൽപ്പ് ചെയ്യുന്നില്ല. ദ എൻട്രി ഓഫ് ലിറ്റിൽ ബ്ലൂ എൻജിൻ, ലിറ്റിൽ ബ്ലൂ എൻജിൻ വരുന്നു. ദ ലിറ്റിൽ ബ്ലൂ എൻജിൻ ടേക്കിംഗ് ദ ലിറ്റിൽ ട്രെയിൻ അക്രോസ് ദ മൗണ്ടൻ. അപ്പോൾ ലിറ്റിൽ ബ്ലൂ എൻജിൻ ലിറ്റിൽ ട്രെയിനിനെ മൗണ്ടൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുന്നു. ഇതൊക്കെയാണ് ഈവൻറ്റ്സ് ആയിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നത്. ഇനി ഇതിലെ ക്യാരക്ടേഴ്സ് ആരൊക്കെയാ? ദ ലിറ്റിൽ ട്രെയിൻ ഒരു ക്യാരക്ടർ, ദെൻ ദ ക്ലൗൺ, ദ ഡോൾസ്, ദ ടോയ്സ്, ദെൻ ദ ഷൈനി ന്യൂ എൻജിൻ, ദ ബിഗ് സ്ട്രോങ് എൻജിൻ, ദ ലിറ്റിൽ ബ്ലൂ എൻജിൻ. ഇവരൊക്കെയാണ് ഇതിലെ ക്യാരക്ടേഴ്സ്. ഇനി ഒരു സ്കിറ്റ് എഴുതുമ്പോൾ അതിൽ ഡയലോഗ്സ് വേണമല്ലേ? ലിറ്റിൽ ട്രെയിൻ, ഓ മൈ ഗോഡ്, മൈ എൻജിൻ ഹാസ് സ്റ്റോപ്ഡ്, ഇറ്റ് ഡസ് നോട്ട് സ്റ്റാർട്ട്. അപ്പോൾ ലിറ്റിൽ ട്രെയിൻ പറയണം, അയ്യോ എൻ്റെ എൻജിൻ സ്റ്റോപ്പായല്ലോ, ഇത് സ്റ്റാർട്ടാവുന്നില്ലല്ലോ എന്ന് പറയണേ. ദ ക്ലൗൺ, ഡോണ്ട് വറി, വി വിൽ പുഷ്. ക്ലൗൺ പറയണേ, വിഷമിക്കണ്ട, ഞങ്ങൾ പുഷ് ചെയ്യാം. ലിറ്റിൽ ട്രെയിൻ, നോ ഇറ്റ് ഡസൻ വർക്ക്. അപ്പോൾ ലിറ്റിൽ ട്രെയിൻ പറയണേ, അയ്യോ ഒന്നും പറ്റുന്നില്ല, ഇത് വർക്കാവുന്നില്ല. അപ്പോൾ ക്ലൗൺ പറയാണ്, എ ഷൈനി ന്യൂ എൻജിൻ ഈസ് കമ്മിങ്, ലെറ്റ്സ് ആസ്ക് ഹിം ടു ഹെൽപ്പ്. ഒരു ഷൈനി ന്യൂ എൻജിൻ വരുന്നുണ്ട്, നമുക്ക് അവനോട് ഹെൽപ്പ് ചോദിക്കാം എന്ന് പറയാണ്. ഡോൾസ് ആൻഡ് ടോയ്സ്, ഷൈനി ന്യൂ എൻജിൻ, വി ആർ ഇൻ ട്രബിൾ, പ്ലീസ് പുൾ അവർ ലിറ്റിൽ ട്രെയിൻ അക്രോസ് ദ മൗണ്ടൻ. പറയാണ്, ഞങ്ങൾ ട്രബിളിലാണ്, ഞങ്ങളെ ഒന്ന് മൗണ്ടൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകാമോ, ഒന്ന് വലിക്കാമോ എന്ന് ഡോൾസും ടോയ്സും കൂടി ഒരുമിച്ച് വിളിച്ച് ചോദിക്കുകയാണ്. ഷൈനി ന്യൂ എൻജിൻ പറയാണ്, ആർ യു ക്രേസി, ഐ ക്യാരി ഓൺലി ട്രാവലേഴ്സ്, ഐ കാൺ ഹെൽപ്പ് യു. എനിക്ക് നിങ്ങളെ സഹായിക്കാനൊന്നും പറ്റില്ല, ഞാൻ ട്രാവലേഴ്സിനെയാണ്, പീപ്പിളിനെയാണ് കൊണ്ടുപോകുന്നത്. ക്ലൗൺ, ദർ ഈസ് അനദർ എൻജിൻ കമ്മിങ്, വേറെ ഒരു എൻജിൻ വരുന്നുണ്ട്. ഡോൾസ് ആൻഡ് ടോയ്സ്, വിൽ ആസ്ക് ഹിം ടു ഹെൽപ്പ് us, നമുക്ക് അവനോട് ഹെൽപ്പ് ചെയ്യാമോ എന്ന് ചോദിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ആരായിരുന്നു വന്നുകൊണ്ടിരുന്നത്? ബിഗ് സ്ട്രോങ് എൻജിൻ ആയിരുന്നു അല്ലേ. വാട്ട് ഈസ് ദ മാറ്റർ? അപ്പോൾ ബിഗ് സ്ട്രോങ് എൻജിൻ ചോദിക്കുകയാണ്, എന്താ ഇവിടെ പ്രശ്നം എന്ന് ചോദിക്കുകയാണ്. ഡോൾസ് ആൻഡ് ടോയ്സ്, ആർ ലിറ്റിൽ ട്രെയിൻ കാൺ സ്റ്റാർട്ട്, പുൾ us ആൻഡ് ടേക്ക് us അക്രോസ് ദ മൗണ്ടൻ. ഞങ്ങളുടെ ട്രെയിൻ സ്റ്റാർട്ട് ആവുന്നില്ല, ഞങ്ങളെ ഒന്ന് മൗണ്ടൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകാമോ, വലിച്ചുകൊണ്ട് പോകാമോ എന്ന് ചോദിക്കുകയാണ്. ബിഗ് സ്ട്രോങ് എൻജിൻ പറയാണ്, ഐ പുൾ കാർസ് ഫുൾ ഓഫ് ഹെവി ലോഡ് ആൻഡ് ബിഗ് ട്രക്സ്. ഞാൻ ഹെവി ലോഡും ബിഗ് ട്രക്സും ഒക്കെയാണ് വലിക്കുന്നത്. ഐ ഹാവ് നോ ടൈം ടു ഹെൽപ്പ് യു, എനിക്ക് നിങ്ങളെ വലിച്ച് സമയം കളയാൻ ഇല്ല. ഐ എം ടു ബിസി, ഞാൻ ഭയങ്കര ബിസിയാണ്. എന്നിട്ട് ബിഗ് സ്ട്രോങ് എൻജിൻ അവിടെ നിന്ന് പോവാണ്. ക്ലൗൺ, ഐ ക്യാൻ സീ അനദർ ലിറ്റിൽ ബ്ലൂ എൻജിൻ കമ്മിങ്. അപ്പോൾ ക്ലൗൺ വിളിച്ച് പറയണേ, ദേ ഒരു കുഞ്ഞ് ബ്ലൂ എൻജിൻ വരുന്നുണ്ട്. ലിറ്റിൽ ബ്ലൂ എൻജിൻ വന്നു, ചോദിച്ചു, വാട്ട് ഹാപ്പൻഡ്, എന്താ പറ്റിയേ എന്ന് ചോദിച്ചു. അപ്പോൾ ഡോൾസ് ആൻഡ് ടോയ്സ് പറഞ്ഞു, വി ആർ സ്റ്റക്ക്, വി ഹാവ് ടു റീച്ച് ദ അതർ സൈഡ് ഓഫ് ദ മൗണ്ടൻ. ഞങ്ങളിവിടെ പെട്ടിരിക്കുകയാണ്, ഞങ്ങൾക്ക് മൗണ്ടൻ്റെ അപ്പുറത്തെ സൈഡിലേക്ക് എത്തണം. ലിറ്റിൽ ബ്ലൂ എൻജിൻ, ഐ ഹാവ് നെവർ ഗോൺ അക്രോസ് ദ മൗണ്ടൻ ആൻഡ് ഐ ഹാവ് നെവർ പുൾഡ് ട്രെയിൻസ്. ഞാൻ ഇതുവരെ മൗണ്ടനിലേക്കൊന്നും കയറിയിട്ടില്ല, ഞാൻ ഇതുവരെ ഒരു ട്രെയിനും വലിച്ചിട്ടുമില്ല. ബട്ട് ഐ ക്യാൻ സീ യുവർ പെയിൻ, പക്ഷേ എനിക്ക് നിങ്ങളുടെ വേദന മനസ്സിലാവുന്നുണ്ട്. ഐ വിൽ ഹെൽപ്പ്, ഞാൻ നിങ്ങളെ സഹായിക്കാം. ഗെറ്റ് ഇൻ ടു യുവർ കാർ, നിങ്ങളെല്ലാവരും കാറിലേക്ക് കയറിക്കോളൂ. ഐ തിങ്ക് ഐ ക്യാൻ മേക്ക് ഇറ്റ്. എന്നിട്ട് ബ്ലൂ എൻജിൻ പറയാണ്, എനിക്ക് തോന്നുന്നു എനിക്കിത് ചെയ്യാൻ സാധിക്കും എന്ന് എനിക്ക് തോന്നുന്നു എന്ന് പറയാണ്. ക്ലൗൺ, ഡോൾസ് ആൻഡ് ടോയ്സ്, ലിറ്റിൽ ട്രെയിൻ എല്ലാവരും കൂടി ഒരുമിച്ച് പറയാണ്, താങ്ക് യു ലിറ്റിൽ ബ്ലൂ എൻജിൻ, യു ആർ വെരി കൈൻഡ് എന്ന് പറയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സ്കിറ്റ് ഡെവലപ്പ് ചെയ്ത് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഇത്രയേ ഉള്ളൂ. ഈ പാഠഭാഗത്തെ ആക്ടിവിറ്റീസ് ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു.
Please drop your valuable feedback in the comment section. Thank you.